അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഓണത്തിൻ്റെ കുറച്ച് ഇടാൻ പറ്റിയ ആൻറ്റി കളക്ഷൻസാണ്. അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ലക്ഷ്മി നെക്ലേസ് ആണ്. അതിൻ്റെ അടിയിലായിട്ട് അങ്ങനെ റൈസ് പേൾസ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു റൈസ് പേൾസ് ആയിട്ട് കൂടി വന്നിരിക്കണേ നല്ലൊരു നെക്ലേസാണ്. നമ്മുടെ ഓണം സ്പെഷ്യൽ ജ്വല്ലറി ആയിട്ട് വന്നിരിക്കുന്നത് ഉണ്ടോ, നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്. ഗ്രീൻ ആൻഡ് റെഡ് സ്റ്റോൺസോട് കൂടിയാണ് വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ. അതിന് ഇയറിങ്സ് എന്ന് പറയുന്നത് സ്റ്റഡ്സ് ആണ് വരുന്നത്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റഡ്സാണ്. നെക്ലേസിൻ്റെ പെറ്റൽസ് പോലെ തന്നെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റഡ്സാണ് വന്നിരിക്കുന്നത്. ഇതാണ് സ്റ്റഡ്സ് വരുന്നത്. കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റൈസ് പേൾസ് ആണ് അടിയിലോട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് അടങ്ങിയ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ പ്രൈസിനും കാര്യങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്യുക, ആ വീഡിയോ ചെക്ക് ചെയ്യുക. പിന്നെ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായ 9747998253 വാട്സപ്പ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജ്വല്ലറി. സെക്കൻഡ് ജ്വല്ലറിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ സ്റ്റോൺ ആൻഡ് പേൾസിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരു നെക്ലേസ് തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. ഗ്രീൻ സ്റ്റോൺസ് ആൻഡ് പേൾസിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ. അടുത്ത വെച്ചിട്ട് കാണിച്ചാൽ കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ സ്റ്റോൺസ്, ഒരു ഗോൾഡൻ ചെയിൻ വരുന്നുണ്ട് മുകളിൽ കൂടി. അതിൻ്റെ അടിയിൽ ഒരു ഗ്രീൻ സ്റ്റോൺസിൻ്റെ ലെയർ, അതിൻ്റെ അടിയിൽ ഒരു പേളിൻ്റെ ലെയർ. ഒരു പെർഫെക്റ്റ് ഓണം വൈബിന് പറ്റിയുള്ളൊരു ജ്വല്ലറിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ. അതിൻ്റെ ഇയറിങ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്മോൾ സ്റ്റഡാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ജുംക്കയൊക്കെ കൂടെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഇത് കിഡ്സിനും കൂടി പറ്റിയ ജ്വല്ലറിയാണ്. കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 3 സ്റ്റോൺസോട് കൂടിയ ഒരു സ്റ്റഡ്സാണ് ഇതിൻ്റെ ഇയറിങ്സ് ആയിട്ട് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. ഇത് കണ്ടോ, ഈ അടുത്ത് അനുശ്രീ ഒരു ഇനാഗ്രേഷൻ പോയിട്ടുണ്ടായിരുന്നു അല്ലേ, അതിനകത്ത് വിയർ ചെയ്തേക്കുന്നത് ഏകദേശം ഇതിനോട് സിമിലർ ആയിട്ടുള്ള ജ്വല്ലറിയാണ്. ഇതിൻ്റെ ഈ നെക്ലേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് റിവേഴ്സിബിൾ ആണ്. നമുക്ക് ഗ്രീനും റെഡും ആയിട്ടുള്ള കോമ്പിനേഷനിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി റെഡും ഗ്രീനും വേണമെങ്കിൽ അങ്ങനെയും ഇടാം. റിവേഴ്സിബിൾ ആയിട്ടുള്ള നെക്ലേസാണ്. 2 സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഓണത്തിന് പറ്റിയൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നമ്മുടെ ട്രഡീഷണൽ വിയേഴ്സിൻ്റെയൊക്കെ കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്ന ഒരു നെക്ലേസ്. ഇത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇത് റെഡ് ആണോ ഗ്രീൻ ആണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്. ഏതാണേലും നിങ്ങൾക്ക് 2 യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസാണ്. കാണാം, നല്ല ഭംഗിയിൽ വരണ ഒരു മാംഗോ പെറ്റൽസ് അടിയിൽ വരണ ഒരു ബ്യൂട്ടിഫുൾ നെക്ലേസ്. ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞില്ല, 2 സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് 2 ടൈപ്പിലുള്ള ഇയറിങ്സ് വേണ്ടേ. ഇതാണ് ഫസ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത് ഒരു റെഡ്, ഈ സെയിം എന്താ പറയുക, റെഡിനോട് കോമ്പിനേഷനായിട്ടുള്ള റെഡ് പെറ്റൽ വരുന്ന ഇയറിംഗ് ആണ്. അതിൻ്റെ സെക്കൻഡ് പെയർ ഇയറിംഗ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ഗ്രീനിന് മാച്ചായിട്ടുള്ള ഗ്രീൻ ഇയറിംഗ്. അങ്ങനെ നമുക്ക് 2 ഇയറിങ്സ് കിട്ടും കേട്ടോ. ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു നെക്ലേസിൻ്റെ കാശിന് 2 നെക്ലേസ് ഇടാൻ പറ്റും. 2 ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ. അടുത്തതെന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ജ്വല്ലറിയാണ്. ഒരു റെഡ് ഗ്രീന് ആൻഡ് പിങ്കിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരു
വിത്ത് പേൾസ്, അടിയിൽ പേൾസ് പറഞ്ഞ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലേസ്. ഇതിൻ്റെ കൂടെ AD സ്റ്റോൺസും വരുന്നുണ്ട്. ഇത് പ്യുവർ ട്രഡീഷണൽ എന്നും പറയാൻ പറ്റില്ല, എന്നാൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ട്രെൻഡി ആയിട്ടുള്ള ഇപ്പം സാരിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറി. മുകളിൽ വരുന്നത് ഒരു ഗോൾഡൻ ചെയിനാണ്. അതിൻ്റെ അടിയിൽ ഒരു AD സ്റ്റോൺസ് വരുന്നുണ്ട്, ഗ്രീൻ സ്റ്റോൺസ് വരുന്നുണ്ട്, പിങ്ക് സ്റ്റോൺസ് വരുന്നുണ്ട്. 3 കളറിലാണ് വന്നേക്കുന്നത്. അതിൻ്റെ അടിയിൽ പേളിൻ്റെ ഒരു ലെയർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വല്ലറി. ഇത് ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയാണ്. വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. കളറൊന്നും പെട്ടെന്നൊന്നും ഫെയ്ഡ് ആകത്തൊന്നുമില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ജ്വല്ലറിയാണ് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ജ്വല്ലറി. ഇതിൻ്റെ ഇയറിങ്സ് വരണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കിഡ്സിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ജ്വല്ലറിയാണ്. വലിയ വെയിറ്റ് ഒന്നുമില്ല, ஆனால் നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, ഇതിൻ്റെ ഇയറിങ്സ് എന്ന് പറയുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ളത്. കണ്ടോ, ഒരു ചെറിയ ഒരു സ്റ്റഡാണ് വരുന്നത്. നമുക്ക് ജുംക്കയുടെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. ഇനി കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ സ്റ്റഡ് തന്നെ എനഫാണ്. കണ്ടോ, നല്ല പട്ടുപാടേൻ്റെ കൂടെ ഇതൊക്കെ ഇട്ട് ഈ ഒരു നെക്ലേസ് ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു സ്റ്റഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്, നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറയണതേ ഇത് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള, എന്താ പറയുക, കുറച്ച് അത് അങ്ങനെ ട്രഡീഷണൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ട്രഡീഷണലായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലാതെ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു ഭംഗിയുള്ളൊരു നെക്ലേസ്. ഇത് വളരെ നേരത്തെ ഒരു ലൈൻ്റെ AD സ്റ്റോൺ ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ട്രഡീഷണൽ കസവുമാല എന്നൊക്കെ പറയുമല്ലേ, അതല്ല പക്ഷേ ഇത് സംഗതി. ഇത് കണ്ടോ, ഇത് ആൻറ്റിക് ഫിനിഷിലാണ് വന്നേക്കണേ. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ജ്വല്ലറിയാണ്. ഏതാണ്ട് കസവുമാലയുടെ ലുക്ക് കിട്ടും നമുക്ക്, എന്നാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈൻ. നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ചെറിയ ചെറിയ ഗോൾഡൻ ബ്ലോക്സ് വന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ലെയർ, ഒരു ചെറിയൊരു ലെയർ നമുക്കൊരു AD സ്റ്റോൺസിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ജ്വല്ലറിയാണ്. അതിൻ്റെ പേരായിട്ട് വന്നേക്കുന്നത് ഇതേമാതിരി സ്റ്റഡ്സാണ്. ഇതൊക്കെ നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിലും ഇടാൻ പറ്റും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറിയാണ്. ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയാണ്. നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. കണ്ടോ, അടുത്തെന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലിഫൻറ്റ് ഡിസൈനൊക്കെ ആയിട്ട് വരുന്ന ഒരു ആൻറ്റിക് നെക്ലേസാണ്. നല്ല ഭംഗിയുള്ള കളക്ഷനാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഏത് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നെക്ലേസാണ്. കണ്ടോ, എലിഫൻറ്റിൻ്റെ ഡിസൈനാണ് വരുന്നത് ഓരോ പെറ്റൽസിനും. അതിൻ്റെ കൂടെ തന്നെ ഇയറിങ്സ് വരുന്നത് ഇങ്ങനെ ഒരു അതേ സെയിം പെറ്റലോടുകൂടി തന്നെയാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു റെഡ് സ്റ്റോണൊക്കെ ആയിട്ട്. കണ്ടോ, നെക്ലേസ് എന്ന് പറയുന്നത് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഒരു സ്റ്റോണിൻ്റെ ലെയർ കൂടി മുകളിൽ വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റിക് നെക്ലേസാണിത്. നന്നായിട്ട് നമുക്ക് ഈ ഓണത്തിന് നമ്മുടെ എല്ലാ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു നെക്ലേസാണിത്. നമ്മളധികം കാണാത്ത ഒരു അത്ര കോമൺ അല്ലാത്തൊരു ഡിസൈനാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറിലെ സ്റ്റോണൊക്കെ ആയിട്ട് വരുന്ന നല്ല ഗുട്ടപ്പൂസിലും ഒക്കെ ഉള്ള ഒരു നെക്ലേസാണ്. നല്ല ഭംഗിയുള്ള കളക്ഷനാണ്. ഓപ്പൺ ചെയ്ത് കാണിക്കാം. ആൻറ്റിക് ഫിനിഷിലുള്ള നെക്ലേസാണ്. നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, താഴത്തെ ഒരു കോയിൻ ലുക്കിലൊക്കെയാണ് വരുന്നത് അതിൻ്റെ പെറ്റൻറ്റ് മീൻസ് പെറ്റൽസ്. പക്ഷേ നല്ല ഭംഗിയിലാണ്. കണ്ടോ, നല്ലൊരു പിങ്ക് കളറിലെ നല്ലൊരു വളമുള്ള പിങ്ക് കളറിലാണ് അതിൻ്റെ ഗുട്ടപ്പൂസിൽ വരുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ചെറിയ ചെറിയ ഈ പീഡ്സിനെയാണ് നമ്മൾ ഗുട്ടപ്പൂസിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലെയർ അതിൻ്റെ അടിയിൽ കണ്ടോ, റൗണ്ട് ഇതിൽ നല്ലൊരു പിങ്ക് സ്റ്റോണൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള നെക്ലേസ്. ഇത് നമുക്ക് സാരിയുടെയൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ തന്നെ സെയിം ഇയറിങ്സ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഇയറിങ്സ് ആണ്. നമുക്ക് ഇതാണ്, ഇയറിങ്സും നല്ല ഭംഗിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇയറിങ്സ് നല്ല ഭംഗിയിൽ തന്നെ അതേ ഗുട്ടപ്പൂസിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ആണ്. നല്ല ഭംഗിയിൽ നമുക്ക് ഓണത്തിൻ്റെ ഏത് ട്രഡീഷണൽ സാരിയുടെയൊക്കെ കൂടെയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഒരു പിങ്ക് കോമ്പിനേഷനൊക്കെ ആയിട്ട് കണ്ടോ. ഇപ്പം ലോട്ടസിൻ്റെ സാരികൾ ഒരുപാട് ഇറങ്ങണില്ല, അതിൻ്റെ കൂടെ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് സാരിയുടെ കളക്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്.
പക്ഷേ നമുക്ക് ചാനലല്ല, നമ്മൾ എന്താ പറയുക, വാട്സപ്പിൽ കൂടിയാണ് സെയിൽ നടക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9747998253 കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാരിയുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള കളക്ഷൻ കണ്ടോ. നമ്മുടെ നെക്സ്റ്റ് ജ്വല്ലറി എന്ന് പറയുന്നത് ഇത് കണ്ടോ, നല്ല ഭംഗിയിൽ ഒരു മൂൺ ഷേപ്പിഡ് വന്ന നല്ലൊരു നെക്ലേസാണ് കണ്ടോ. അതിൽ ഗ്രീൻ സ്റ്റോണോടുകൂടി വന്ന ഒരു അത്യാവശ്യം വലിയ പെറ്റൽസോടുകൂടിയുള്ള നെക്ലേസാണ്. ഇതിൽ ചെറിയ പെറ്റൽസോട് കൂടിയതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാണ്. ഇതാണോ, ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള നെക്ലേസാണ്. നമ്മുടെ ഒരു എന്താ പറയുക, ഇച്ചിരി ഈ കാഞ്ചി കോട്ടൺ ടൈപ്പ് സാരികളില്ലേ, അതിലേക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ആണോ, അതും സിൽക്ക് സാരിയുടെയൊക്കെ കൂടെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. നമ്മൾ സെറ്റ് സാരിയുടെ കൂടെ ആണെങ്കിലും ചെയ്യും. അതിലേക്കൂടെ ഗ്രീൻ സ്റ്റോൺസാണ്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗോൾഡിൻ്റെ കുന്തരുമായിട്ട് നല്ല ഭംഗിയുള്ളൊരു നെക്ലേസ്. അതിൻ്റെ സെയിം സ്റ്റഡ് എന്താ പറയുക, പെറ്റൽസ് തന്നെയാണ് ഇതിനകത്ത് സ്റ്റഡായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കളർ ഓപ്ഷൻസ് കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം ഗ്രീൻ അല്ലേ കണ്ടത്, ഇനി അതിൻ്റെ തന്നെ നമുക്ക് പിങ്ക് കളർ, സെയിം തന്നെ പിങ്ക് കളർ കണ്ടോ, പിങ്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് അടങ്ങിയ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എത്രയാണ് പ്രൈസ് പറഞ്ഞത്, നമ്മുടെ ചാർജ് എല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9747998253 കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിം ഡേ ഷിപ്പിംഗ് ആണ്. നമ്മളിങ്ങനെ നിങ്ങളിപ്പോൾ ഓണം സീസണാണ്, ഫെസ്റ്റിവൽ സീസണാണ്, കൊറിയറൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര താമസമാണ് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറേ നാൾ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട്, നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കുറേ നാൾ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് തന്ന പരിപാടിയൊന്നുമില്ല. സെയിം ഡേ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സൺഡേ അല്ലെങ്കിൽ സെയിം ഡേ തന്നെ നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പോസ്റ്റ് ഓഫീസ്, DTDC, ട്രാക്കോൺ എന്നീ കൊറിയർ സർവീസ് എന്നാണ് നമുക്കുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അതിന് ഓരോന്നിനും ഡിഫറെൻറ്റ് ചാർജസ് ആണ്. അപ്പം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും.